ഈ കൊടുവാളൊക്കെ പിടിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് വിചാരിക്കണ്ട കേട്ടോ ഉച്ചയ്ക്ക്. അപ്പം എൻ്റെ കോലവും നോക്കണ്ട കേട്ടോ, ഞാൻ കുളിച്ചിട്ടില്ല, കാരണം എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന്. അപ്പം ഇതിന് നിങ്ങളെന്താ പറയുക, ഞാൻ കൊടുവാളെന്ന് പറയും, എന്നെ കല്യാണം കഴിച്ച സ്ഥലത്ത് ഇതിന് വാക്കത്തി എന്ന് പറയും, ചില സ്ഥലത്ത് മടവാളെന്ന് പറയും. എന്തായാലും ഒരു കത്തിയാണ്. അപ്പോൾ ഇതെടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിറകുണ്ട്, പുളീൻ്റെ വിറകുണ്ട്. അപ്പോൾ അത് കുറച്ച് വെട്ടി വെയിലത്തിടേക്ക് ഇടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കണ്ടില്ലേ എൻ്റെ വിറക് വരയിൽ എന്താണ് കുറവാണ്, വിറക് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് വിറകെല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു പടിയിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ചകിരി എടുക്കണം, വിറകെടുക്കണം ഒക്കെയാണ്. അപ്പോൾ എന്തെന്താ ഉച്ചയ്ക്ക് ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ കാണിക്കാനാണോ എന്ന് വിചാരിക്കേണ്ട. വൈകുന്നേരം മോൻ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, കാരണം അവൻ്റെ കൂടെ കളിച്ചില്ലെങ്കിൽ അതിന് ഭയങ്കര വിഷമമായിരിക്കും. അമ്മൻ്റെ കൂടെ കളിക്കില്ലല്ലോ, അമ്മയ്ക്ക് എപ്പോഴും പണിയല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് നേരമാണേ. അപ്പം ഈ സമയത്ത് കഴിഞ്ഞു, അലക്കൽ ഒക്കെ കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. അലക്കുകല്ലിൻ്റെ അടുത്തൊക്കെ നല്ല വെയിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കൽ കഴിഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കൽ കഴിഞ്ഞു, അങ്ങനെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, മുറ്റത്തേക്ക് ഇറങ്ങുന്നത്. കാരണം നമ്മൾ നാട്ടുപുറത്തൊക്കെ നിൽക്കുമ്പോഴേ ഈ ഗ്യാസൊക്കെ 1.5 മാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. കുറച്ച് നമുക്ക് സാധനം ഉണ്ടാകുമ്പോൾ, നമ്മൾ വിറകെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെയും ഗ്യാസ് കത്തിച്ച് തീർക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ മാസം മഴക്കാലത്ത് എനിക്ക് ഗ്യാസ് ആകെ 1.5 മാസമാണ് നിൽക്കുക, പക്ഷേ വേനൽക്കാലത്ത് നല്ലോണം 4 മാസം 4.5 മാസം നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വേറൊരു സാധനം കാണിച്ചു തരാം. ചകിരി എടുക്കാൻ വന്നപ്പോൾ ഒരാളുണ്ട് അവിടെ ചുരുണ്ട് കിടക്കുന്ന നല്ല അസൽ ചേര, കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അത് ചേര അങ്ങോട്ടോ പോയിട്ടോ, അപ്പോൾ അതിനെ ഇനി കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അലക്കൽ കഴിഞ്ഞു കേട്ടോ, അലക്കാൻ കുറച്ചുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ കണ്ടില്ല, അല്ലെങ്കിൽ അവിടെ നല്ല വെയിൽ വരും അലക്കുകല്ലിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താണ് പിന്നെ ഒന്ന് എന്താ പറയുക, നമ്മൾ ചകിരിയൊക്കെ പൊളിച്ച് നോക്കട്ടെ, അകത്തേക്ക് എടുക്കാമല്ലോ. വിറക് പുളിവിറക് എന്ന് കേട്ടോ ഞാൻ പറഞ്ഞ, അല്ല പ്ലാവിൻ്റെ വിറകാണ് കേട്ടോ. അത് പൊള്ളി നോക്കട്ടെ, ഉണങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയാലും 2 ദിവസം കഴിഞ്ഞാൽ ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മളെ കൊടുവാളം കൊണ്ടല്ല കേട്ടോ ഇതിങ്ങനെ ആക്കുക. ഞാൻ ഈ ഇതില്ലേ നമ്മൾ തേങ്ങ പൊളിക്കുന്ന പാര, അതുകൊണ്ടാട്ടോ ചെയ്യുക, അതല്ല എനിക്ക് എളുപ്പം. അപ്പോൾ ഞാനത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ചകിരിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാനിതെല്ലൊരു സഞ്ചിയിലാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ അത് കത്തിക്കാൻ എളുപ്പമല്ലേ, ഇങ്ങനെ ആക്കി അടുക്കളേൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പണി. പിന്നെ ഇതെല്ലാം എന്താ പറയുക, ആദ്യമൊക്കെ ഞാനേ വിറകിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ തന്നെ ചെയ്താൽ പോരെ, വേറൊരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വയ്യാതിരിക്കുമ്പോൾ മാത്രം നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം വേനൽക്കാലത്ത് വിറകെടുക്കലൊക്കെ എൻ്റെ പരിപാടി തന്നെയാണ് കേട്ടോ, ഞാൻ തന്നെയാണ് ചെയ്യുക. ഞാനും പിന്നെ മോനേട്ടനും ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്യും. ആദ്യമൊക്കെ വിറകെടുക്കാനും ഒക്കെ പിന്നെ ആളെ വെക്കുമായിരുന്നു കേട്ടോ, മട്ടലൊക്കെ മുറിച്ചിട്ട് വെക്കാനൊക്കെ. ഇപ്പം ആ പരിപാടിയൊന്നുമില്ല, ഇപ്പം ഞങ്ങൾ തന്നെ ചെയ്യും. കാരണം കുറച്ചേ ഉള്ളൂ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മളെല്ലാ ജോലിയും ചെയ്യുക. എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ നമ്മൾ നിർത്താം അല്ലേ. വെറുതെ നമുക്ക് നമ്മളെ കൊളസ്ട്രോളും ഒക്കെ ഇവിടെ തന്നെ പോട്ടെ, നമ്മൾ തന്നെ ചെയ്തിട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ഈ ചകിരി വേഗം എടുത്ത് വെക്കട്ടെ കേട്ടോ, എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചു വാരണം. ഇവിടെയൊക്കെ ചകിരീൻ്റെ പൊടിയായിട്ടുണ്ട്. കണ്ടില്ലേ, പ്ലാവിൻ്റെ ചെറിയ ചുള്ളി ഉണ്ട്, ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് ഇടട്ടെ. ഇവിടെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ തേങ്ങ ഏറ്റവും തലയിൽ വീണാലോ എന്ന് പേടി. അപ്പോൾ അതാ അങ്ങനത്തെ ചുള്ളികളൊക്കെ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മുറിച്ച് വെച്ചാൽ ഉണങ്ങിക്കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ നല്ല വെയിലുണ്ട്, ഉണങ്ങിക്കിട്ടും. ഈ തെങ്ങ് തുറന്നപ്പോഴേ നമ്മളിങ്ങനെ പയറിങ്ങനെ വാളൂലേ, വാളുന്നല്ലേ പറയുക, എന്താ പറയുക, ഇങ്ങനെ പയറൊക്കെ തെങ്ങിൻ്റെ മെറ്റലിടില്ലേ. അപ്പോൾ ആ പയറൊക്കെ കണ്ടില്ലേ നല്ലോണം പൊന്തി വന്നു. അപ്പോൾ മോനേട്ടൻ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വടി കുത്തി കൊടുത്തതാ കേട്ടോ. ഉണ്ടാവുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇല കൊണ്ട് ഉപ്പേരിയോ അല്ലെങ്കിൽ പയറിനത് കിട്ടിയ ഉപ്പേരിയൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാവുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, വളവും ചെയ്തതല്ലേ.
അവിടെയൊക്കെ നട്ടിട്ടുണ്ട്, നിറച്ചും എല്ലാ സ്ഥലത്തും നട്ടിട്ടുണ്ട്. മഴ വന്നുകൊണ്ടാണ് കുറേ പോയത്. കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ, ബാക്കിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഉണങ്ങുന്നുള്ളത് മാത്രം, ചെറിയ ചുള്ളികൾ മാത്രം എടുത്തതാണ്. ഇത് വെട്ടിയിട്ട് അവിടെ ഇടട്ടെ. കുറച്ച് പിന്നെ വിറകരയെന്നും കൂടെ ഇട്ടാൽ വിറകാവും. നോക്കാം നമുക്ക് എങ്ങനെയാണ്, വെട്ടി നോക്കട്ടെ. കൊടുവാളിന് നല്ല മൂർച്ചയാണ്, അതുകൊണ്ട് തീരെ പിന്നെ ആകുന്നില്ല കേട്ടോ. ഇത് ആകുന്നേ ഇല്ല, തീരെ മൂർച്ചയില്ല. അപ്പോൾ ഞാൻ കുറച്ചല്ലേ ഉള്ളൂ, അതങ്ങ് വെട്ടിയിടാം. നല്ല വെയിലുണ്ടല്ലേ, കാണുന്നില്ല അല്ലേ. അപ്പോൾ ഈ വിറകൊക്കെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചേ ഉള്ളൂ, അതൊക്കെ വെട്ടിയിട്ടു. ഇനി വിറകുവരയിലുള്ള വിറകും കൂടെ വെയിലത്തേക്ക് ഇടട്ടെ, ആ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. വെയിലോണ്ട് കാണുന്നുണ്ടോ, എല്ലാ വിറകും കുറേ വിറകായിട്ടോ. കുറേ വിറക് വെച്ചാൽ 2 ദിവസം ചുക്കുവെള്ളം വെക്കാനുള്ള വിറകായി. കാര്യമായിട്ട് ചുക്കുവെള്ളത്തിനാണല്ലോ എനിക്കിവിടെ ചിലവ്. വലിയ ചെമ്പിൽ വെക്കുമ്പോഴേ അതാണ് ഗ്യാസ് വേഗം തീരുന്നത്. ചുക്കുവെള്ളം വെച്ചിട്ടാണ് എനിക്ക് ഗ്യാസ് തീരുക കേട്ടോ. അപ്പോൾ അതൊക്കെയായി. പിന്നെ ഇതൊക്കെ പിന്നെ എല്ലാവരും കാണിക്കുന്നതായിരിക്കും അല്ലേ, അല്ല എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ അത്ഭുതമായിരിക്കും. കാരണം നമ്മളെ നാട്ടിൻ പുറത്താണല്ലോ ഈ വിറകെടുക്കലും ഉണക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവുക. ടൗണിൽ വെച്ചാൽ അവരെ സാഹചര്യങ്ങളെ കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അതൊക്കെ അടുപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ നാട്ടിൻ പുറത്താണല്ലോ ഈ വിറക് ഒക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഗ്യാസ് തന്നെയാണല്ലോ നമ്മളെല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്നാലും അടുപ്പ് കത്തിക്കുമ്പോൾ അതൊരു സുഖമല്ലേ. പിന്നെ അടുപ്പ് കത്തിച്ചിട്ട് അതിൽ ചോറൊക്കെ വെക്കാനൊരു രസമാണ്. എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.